ഹായ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ബ്ലഡിനെ കുറിച്ചാണ്. ഹ്യൂമൻ ബ്ലഡിൽ നമ്മളതിൻ്റെ കോമ്പോസിഷൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത് എവിടെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ ഹ്യൂമൻ ബ്ലഡിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഫങ്ഷൻസ് ഓഫ് ബ്ലഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ന്യൂട്രിയൻസ്, വേസ്റ്റ് പ്രോഡക്ട്സ്, മോളിക്യൂൾസിൻ്റെ റെഗുലേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് pH ആൻഡ് ഓസ്മോസിസ്. അതായത് pH എന്ന് പറയുമ്പോൾ ആസിഡ് ബേസ് ബാലൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നു. മെയിൻ്റനൻസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ, അതായത് നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ഫോറിൻ സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോൾ വൈറസസ്, എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസ്, അത് വൈറസ്, ആൻറ്റിജൻസ് അങ്ങനെയുള്ള സാധനത്തിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ക്ലോട്ട് ഫോർമേഷൻ, നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഫോം ചെയ്യുകയാണെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തതായി കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ബ്ലഡിൽ എന്തൊക്കെയാണുള്ളത്? അതായത് നമ്മുടെ ഒരാളുടെ ബോഡി വെയ്റ്റിൻ്റെ 8% ആയിരിക്കും ബോഡിയിൽ ബ്ലഡ് ഉള്ളത്. 92% അതർ ബോഡി ഫ്ലൂയിഡ്സ് ആയിരിക്കും. ഈ 8%-ൽ 55% പ്ലാസ്മ ആയിരിക്കും. 45% ഫോംഡ് എലമെൻറ്റ്സ് ആയിരിക്കും. 55% പ്ലാസ്മയിൽ 7% പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പം ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതിനൊക്കെ തന്നെ 91% വാട്ടർ ആയിരിക്കും. അതർ സൊല്യൂട്ട്സ് 2% ആയിരിക്കും. ഈ അതർ സൊല്യൂട്ട്സ് എന്ന് പറയുന്നത് അയൺസ്, ന്യൂട്രിയൻസ്, വേസ്റ്റ് പ്രോഡക്ട്സ്, ഗ്യാസസ്, റെഗുലേറ്ററി സബ്സ്റ്റൻസ് ഒക്കെ ആയിരിക്കും. ഈ 45%-ൽ ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ്, WBCs, RBCs, അതൊക്കെയാണ് ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ WBCs എന്ന് പറയുമ്പോൾ അതിനകത്ത് ന്യൂട്രോഫിൽസ് ഉണ്ടാകും, ലിംബോസൈറ്റ്സ് ഉണ്ടാകും, മോണോസൈറ്റ്സ് ഉണ്ടാകും, ഈസിനോഫിൽസ് ഉണ്ടാകും, ബേസോഫിൽസ് ഉണ്ടാകും. ബ്ലഡിനകത്ത് സെല്ലുലാർ ആൻഡ് ലിക്വിഡ് കമ്പോണൻസ് ആണുള്ളത്. അതിൽ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയും. ബ്ലഡ് സെൽസ് ഉണ്ടാകും, പ്ലാസ്മ ഉണ്ടാകും. ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ ഫോംഡ് എലമെൻറ്റ്സ് ആണ്. പ്ലാസ്മ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് പോർഷൻ ഓഫ് ഫൈബ്രിനോജൻ. സാധാരണ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മെയിൽസ് ആണെങ്കിൽ 5 to 6 ലിറ്റേഴ്സ് ബ്ലഡ് കാണും. ഫീമെയിൽസിലാണെങ്കിൽ 4 to 5 ലിറ്റേഴ്സ് ആണ്. ബ്ലഡിൻ്റെ pH എന്ന് പറയുന്നത് 7.35 മുതൽ 7.45 വരെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡിൻ്റെ pH എന്ന് പറയുന്നത് 7.35 മുതൽ 7.45 വരെയാണ്. മെയിൽസിന് 5 to 6 ലിറ്റേഴ്സ് ബ്ലഡ് കാണും. ഫീമെയിൽസിന് 4 to 5 ലിറ്റേഴ്സ് ബ്ലഡ് ഓഫ്. ബ്ലഡ് കമ്പൗണ്ട്സിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെൻട്രിഫ്യൂജ് വഴിയാണ് ബ്ലഡ് കമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ആ മെത്തേഡിനെ ഹെമാറ്റോക്രിറ്റ് എന്ന് പറയും. അതായത് PCV, പാക്ഡ് സെൽ വോളിയം എന്നും പറയും. അതായത് ഒരു പേഷ്യൻ്റെ ബ്ലഡ് എടുക്കുക, അതിനുശേഷം അത് 3000 RPM-ൽ 15 മിനിറ്റ്സ് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിൽ 55% പ്ലാസ്മ ആയിരിക്കും, 45% ഫോംഡ് എലമെൻറ്റ്സ് ആയിരിക്കും. അത് ഫോംഡ് എലമെൻറ്റ്സ് ഡൗൺവേർഡും പ്ലാസ്മ അപ്വേർഡ് പൊസിഷനിലാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ കഴിയുമ്പോഴത്തേക്ക് അത് കിടക്കുന്നത്. നെക്സ്റ്റ് പ്ലാസ്മ എന്ന ലിക്വിഡ് പാർട്ട് ഓഫ് എ ബ്ലഡ് ആണ്. പ്ലാസ്മ എന്ന് പറയുന്നത്, പ്ലാസ്മയുടെ കളർ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ ആണ്, അല്ലെങ്കിൽ സ്ട്രോ കളർ എന്ന് പറയും. അതിൽ 91% വാട്ടറും 9% സോളിഡ് പാർട്ടും ആയിരിക്കും. ഇതിൽ ലിക്വിഡ് കണ്ടെയ്നിങ് സസ്പെൻഡഡ് സബ്സ്റ്റൻസ് ദാറ്റ് ഡസൻറ്റ് സെറ്റിൽ ഔട്ട് എന്ന് പറയുന്നതാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഇൻ റെഗുലേഷൻ ഓഫ് വാട്ടർ മൂവ്മെൻറ്റ് ബിറ്റ്വീൻ ടിഷ്യൂസ് ആൻഡ് ബ്ലഡ്. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ഓർ ട്രാൻസ്പോർട്ട് മോളിക്യൂൾസ്. ഈ ഗ്ലോബുലിൻസ് ആണ് IgA, IgG, IgM, IgD, IgE. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈബ്രിനോജൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്സ്. ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളതാണ് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ എർത്രോസൈറ്റ്സ് എന്ന് പറയും. വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ലൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ WBC ഗ്രാനുലോസൈറ്റ്സ്. WBC രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഗ്രാനുലോസൈറ്റ്സ് എന്നും അഗ്രാനുലോസൈറ്റ്സ് എന്നും. ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നതാണ് ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽസ്. അഗ്രാനുലോസൈറ്റ്സിൽ വരുന്നതാണ് ലിംബോസൈറ്റ്സ്, മോണോസൈറ്റ്സ്. നെക്സ്റ്റ് വരുന്നതാണ് പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ്. ഇനി ഫോംഡ് എലമെൻറ്റ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോസസ് ഓഫ് ബ്ലഡ് സെൽ പ്രൊഡക്ഷനെയാണ് ഹെമാറ്റോപോയിസിസ് അല്ലെങ്കിൽ ഹീമോപോയിസിസ് എന്ന് പറയുന്നത്.
ഇതെന്ന് പറയുന്നത് സ്റ്റെം സെൽസ് ആണ്. അതായത് ഓൾ ഫോംഡ് എലിമെൻറ്റ്സ് ഡെറൈവ്ഡ് ഫ്രം സിംഗിൾ പോപ്പുലേഷൻ എന്ന് പറയുന്നതാണ് സ്റ്റെം സെൽസ്. ഇതിൽ RBCയുടെ ഫസ്റ്റ് സ്റ്റേജിന് പ്രോഎർത്രോബ്ലാസ്റ്റ് എന്ന് പറയാം, ഡെവലപ്പ് ഇൻറ്റു RBCs. മൈലോബ്ലാസ്റ്റ് എന്ന് പറയാൻ ഡെവലപ്പ് ഇൻറ്റു ബേസോഫിൽസ്, ന്യൂട്രോഫിൽസ്, ഈസിനോഫിൽസ്. അതായത് ഗ്രാനുലോസൈറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റാണ് മൈലോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ലിംബോബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെവലപ്പ് ഇൻറ്റു ലിംബോസൈറ്റ്സ്. മോണോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ഇൻറ്റു മോണോസൈറ്റ്സ്. മെഗാകാരിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ഇൻറ്റു പ്ലേറ്റ്ലെറ്റ്സ്. പ്രോസസ് ബൈ വിച്ച് ബ്ലഡ് സെൽസ് ആർ ഫോംഡിനെയാണ് ഹെമാറ്റോപോയിറ്റ്സ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ദിവസം 100 ബില്യൺ ബ്ലഡ് സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ എ റെഡ് ബോൺ മാരോ ഓഫ് ദി ഹ്യൂമറസ്, ഫീമറസ്, സ്റ്റേനം, റിബ്സ്, വെർട്ടിബ്ര ആൻഡ് പെൽവിസ്. അതായത് ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നത് ബോൺ മാരോ ഓഫ് ഹ്യൂമറസ്, ഫ്യൂമർ, സ്റ്റേനം, റിബ്സ്, വെർട്ടിബ്ര ആൻഡ് പെൽവിസ്. റെഡ് മാരോ എന്ന് പറയുന്നത് ആക്റ്റീവ്ലി ജനറേറ്റ്സ് ന്യൂ ബ്ലഡ് സെൽസ് എന്നാണ്. അതായത് കണ്ടെയ്ൻസ് ഇമ്മെച്യൂർ എർത്രോസൈറ്റ്സ്, റിമൈൻസ്, എപ്പിഫൈസസ്, ഗ്രിൽസ് ആൻഡ് ആക്സിയൽ സ്കെലിട്ടൺ. യെല്ലോ മാരോ എന്ന് പറയുന്നത് ഡോർമനൻ്റ് ആണ്. അത് കണ്ടെയ്ൻസ് മെനി ഫാറ്റ് സെൽസ് ആണ്. ലൊക്കേറ്റഡ് ഇൻ ദി ലോങ് ബോൺസ് ഓഫ് അഡൽട്സ്. അഡൽട്സിലുള്ള ലോങ് ബോൺസിലാണ് യെല്ലോ മാരോ കാണുന്നത്. ടിഷ്യൂ ഫ്രെയിം വർക്ക് ഫോർ റെഡ് മാരോ എന്ന് പറയുന്നതാണ് റെറ്റിക്കുലർ കണക്റ്റീവ് ടിഷ്യൂ. സെൽ ലൈൻസ് ഇൻ ബ്ലഡ് സെൽ ഫോർമേഷൻ എന്ന് പറയുന്നതാണ് ഓൾ ബ്ലഡ് സെൽസ് ആർ ഒറിജിനേറ്റ് ഇൻ ബോൺ മാരോ. ഓൾ ഒറിജിനേറ്റ് ഫ്രം വൺ സെൽ ടൈപ്പ്. ബ്ലഡ് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ പ്ലൂരി പൊട്ടൻഷ്യൽ ഹെമാറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ആണ്. അതായത് ലിംഫോയിഡ് സ്റ്റെം സെൽസ് ഗിവ് റൈസ് ടു ലിംബോസൈറ്റ്സ്. മൈലോയിഡ് സ്റ്റെം സെൽസ് ഗിവ് റൈസ് ടു അതർ ബ്ലഡ് സെൽസ്. നെക്സ്റ്റ് ഹെമാറ്റോപോയിസിസ്. ഹെമാറ്റോപോയിസിസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റെം സെൽസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റെം സെൽസിൽ നിന്ന് ആദ്യം പ്രോഎർത്രോബ്ലാസ്റ്റ് ഉണ്ടാകും. പ്രോഎർത്രോബ്ലാസ്റ്റ് കൺവേർട്ടായി പ്രോഎർത്രോബ്ലാസ്റ്റ്, എയർലി എർത്രോബ്ലാസ്റ്റ്, ഇൻ്റർമീഡിയറ്റ് എർത്രോബ്ലാസ്റ്റ്, ലേറ്റ് എർത്രോബ്ലാസ്റ്റ്, റെറ്റിക്കുലോസൈറ്റ്, റെഡ് ബ്ലഡ് സെൽസ് ആയിട്ട് മാറും. ഈ റെറ്റിക്കുലോസൈറ്റിനെ ഇമ്മെച്യൂർ റെഡ് സെൽസ് അല്ലെങ്കിൽ ഇമ്മെച്യൂർ RBC എന്നും പറയാറുണ്ട്. പിന്നെ നെക്സ്റ്റ് സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ മൈലോബ്ലാസ്റ്റ് ആണ്. മൈലോബ്ലാസ്റ്റ് കൺവേർട്ടായി ബേസോഫിലിക് മൈലോസൈറ്റ് ഉണ്ടാവും, ഈസിനോഫിലിക് മൈലോസൈറ്റ് ഉണ്ടാവും, ന്യൂട്രോഫിലിക് മൈലോസൈറ്റ് ഉണ്ടാവും. ബേസോഫിലിക് മൈലോസൈറ്റ് ബേസോഫിലായിട്ടും, ഈസിനോഫിലിക് മൈലോസൈറ്റ് ഈസിനോഫിലായിട്ടും, ന്യൂട്രോഫിലിക് മൈലോസൈറ്റ് ന്യൂട്രോഫിലായിട്ടും മാറും. അതായത് ഗ്രാനുലോസൈറ്റ്സിന് ചേർന്നുള്ള പ്രൊഡക്ഷനെയാണ് മൈലോബ്ലാസ്റ്റും ലിംബോബ്ലാസ്റ്റും എന്ന് പറയുന്നത്. അതായത് ഗ്രാനുലോസൈറ്റിൻ്റെ പ്രൊഡക്ഷനെ മൈലോബ്ലാസ്റ്റ് എന്നും ലിംബോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷനെ ലിംബോബ്ലാസ്റ്റ് എന്നും പറയും. ലിംബോബ്ലാസ്റ്റ് കൺവേർട്ടായി ലിംബോസൈറ്റ്സും മോണോബ്ലാസ്റ്റ് കൺവേർട്ടായി മോണോസൈറ്റും ഫോം ചെയ്യും. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെഗാകാരിയോബ്ലാസ്റ്റ് ആണ്. മെഗാകാരിയോബ്ലാസ്റ്റിൽ നിന്ന് മെഗാകാരിയോസൈറ്റ്സ്, മെഗാകാരിയോസൈറ്റ്സിൽ നിന്ന് മെഗാകാരിയോസൈറ്റ്സ് ബ്രേക്കപ്പ്. നെക്സ്റ്റ് പ്ലേറ്റ്ലെറ്റ്സ് ഫോം ചെയ്യും. നെക്സ്റ്റ് എർത്രോസൈറ്റ്സ് ആണ്. എർത്രോസൈറ്റ്സ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബൈകോൺകേവ് ആണ്. ന്യൂക്ലിയസ് ഇല്ല. അതിൻ്റെ കമ്പൗണ്ട്സ് ഹീമോഗ്ലോബിൻ, ലിപ്പിഡ്സ്, ATPs, കാർബോണിക് ആൻഹൈഡ്രേറ്റ്സ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7.5 മൈക്രോമീറ്റർ സൈസാണ്. 2 മൈക്രോമീറ്റർ വിഡ്ത്താണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഫ്രം ലങ്സ് ടു ടിഷ്യൂസ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ടിഷ്യൂ ടു ലങ്സ് ആണ്. RBC ഓക്സിജൻ ട്രാൻസ്പോർട്ടിംഗ് സെൽസ് 7.5 മൈക്രോമീറ്റർ ഡയമീറ്റർ ഓഫ് കാപ്പിലറി 8 to 10 മൈക്രോമീറ്റർ ആണ്. മോസ്റ്റ് ന്യൂമറസ് ഓഫ് ദി ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽസിൽ 4.3 മുതൽ 5.2 മില്യൺ സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ്. അതായത് ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് നോർമലായിട്ട് ഒരു ഫീമെയിലിൻ്റെ ബോഡിയിൽ 4.3 മുതൽ 5.2 മില്യൺ സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ സെൽസ് ഉണ്ടാകും. മെയിൽസിലാണെങ്കിൽ അത് 5.2 മുതൽ 5.8 മില്യൺ സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ്. RBCs ഫോം ചെയ്യുന്നത് റെഡ് ബോൺ മാരോയിലാണ്. ഇൻ ലോങ് ബോൺസ്, ക്രേനിയൽ ബോൺസ്, റിബ്സ്, സ്റ്റേനം ആൻഡ് വെർട്ടിബ്രെ. RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 100 മുതൽ 120 ദിവസം വരെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പം അതിനകത്ത് 4 ഗ്ലോബിൻ മോളിക്യൂൾസും 4 മോളിക്യൂൾസും ചേർന്നാണ് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നത്. അതിൽ 4 ഗ്ലോബിൻ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ alpha-1, alpha-2, beta-1, beta-2. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്, കാർബോണിക് ആൻഹൈഡ്രേറ്റ്സ് ഇൻവോൾവ്ഡ് ആൻഡ് നൈട്രിക് ഓക്സൈഡ്. 4 ഹീം മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. അയൺ ഈസ് റിക്വയർഡ് ഫോർ ഓക്സിജൻ ട്രാൻസ്പോർട്ട്. RBC structure and function have no nuclei.
ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരിങ് പ്രോട്ടീനാണ്. ഈച്ച് RBC ഹാസ് എബൌട്ട് 280 മില്യൺസ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ്. അതായത് ഒരു RBCയിൽ 280 മില്യൺസ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഉണ്ടാകും. RBCയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബൈക്കോൺകേവ് ഷേപ്പ് ആയിരിക്കും. 30% മോർ സർഫസ് ഏരിയ ആയിരിക്കും. നെക്സ്റ്റ് എർത്രോപോയസിസ്. എർത്രോപോയസിസ് എന്ന് പറയുന്നത് RBCയുടെ പ്രൊഡക്ഷനെയാണ് എർത്രോപോയസിസ് എന്ന് പറയുന്നത്. അത് പ്രൊഡക്ഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസിനെയാണ് എർത്രോപോയസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റെം സെൽസ് പ്രോ എർത്രോബ്ലാസ്റ്റ് ആയിട്ട് മാറും. പ്രോ എർത്രോബ്ലാസ്റ്റ് എയർലി എർത്രോബ്ലാസ്റ്റ് ആയിട്ട് മാറും. എയർലി എർത്രോബ്ലാസ്റ്റ് ഇൻ്റർമീഡിയറ്റ് എർത്രോബ്ലാസ്റ്റ് ആയിട്ട് മാറും. അതിനുശേഷം അതിനുശേഷം റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇമ്മെച്യൂർ RBCസിനെയാണ് റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഹോർമോൺ ടു സ്റ്റിമുലേറ്റ് RBC പ്രൊഡക്ഷൻ, അതായത് RBC പ്രൊഡക്ഷന് സഹായിക്കുന്ന ഹോർമോണാണ് എർത്രോപോയറ്റിൻ. അതായത് എർത്രോപോയസിസിനെ സഹായിക്കുന്ന ഹോർമോണാണ് എർത്രോപോയറ്റിൻ. നേരത്തെ സംസാരിച്ചു. അതായത് RBCയുടെ ലൈഫ് സ്പാൻ 120 ഡേയ്സ് ആണ്. 120 ഡേയ്സ് കഴിയുമ്പോൾ RBC ഡിസ്ട്രോയ് ആയിട്ട് ഹീമോഗ്ലോബിൻ സെപ്പറേറ്റ് ആകും. ഈ ഹീമോഗ്ലോബിൻസ് ഹീമും ഗ്ലോബുലിനായിട്ട് ഡിവൈഡ് ആകും. ഈ ഹീം തന്നെ ബിലിവേർഡിനും അയണുമായിട്ട് കൺവേർട്ട് ആകും. ഈ ബിലിവേർഡിൻ ബിൽറുബിനായിട്ട് കൺവേർട്ടായിട്ട് അത് ഫ്രീ ബിൽറുബിനായിട്ട് ലിവറിലോട്ട് പോകും. അത് ലിവറിൽ നിന്ന് കോൺജുഗേറ്റഡ് ബിൽറുബിനായിട്ട് ബയലിൻ്റെ സഹായത്തോടെ അത് ഇൻഡസ്റ്റൈനിലെത്തുമ്പോഴത്തേക്ക് അത് ബിൽറുബിൻ ഡെറിവേറ്റീവ്സ് ആയിട്ട് മാറും, നേരെ കിഡ്നിയിലോട്ട് പോകും. അതിനൊക്കെ തന്നെ ഹീം അയണായിട്ട് കൺവേർട്ടായിട്ട് അയൺ ട്രാൻസ്ഫറിനായിട്ട് ഫോം ചെയ്യും. അത് ലിവറിലും സ്പ്ലീനിലും ബോൺ മാരോയിലും ചെല്ലുന്നു. ബോൺ മാരോ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് RBCs അവിടെയാണല്ലോ, അപ്പോൾ അങ്ങോട്ടത്തേക്ക് പോകുന്നു. ഗ്ലോബിൻ കൺവേർട്ടായിട്ട് അത് അമിനോ ആസിഡായിട്ട് മാറുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൂക്കോസൈറ്റ്സ് ആണ്. ലൂക്കോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ WBC അഥവാ ലൂക്കോസൈറ്റ്സ് വൈറ്റ് ബ്ലഡ് സെൽസ് protect body against microorganisms and remove dead cells and debris. ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അമീബോയിഡ്, ഡയബഡസിസ്, കീമോടാക്സിസ്, പാസീവ് ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് ആൻറ്റിബോഡി റിയാക്ഷൻസ്. ലൂക്കോസൈറ്റ്സിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, ബേസോഫിൽസ്, ലിംബോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ്. ന്യൂട്രോഫിൽസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺ ആണ്. ഫാഗോസൈറ്റിക് സെൽസ് ഡിസ്ട്രോയ് ബാക്ടീരിയ 60%. ഈസ്നോഫിൽസ് എന്ന് പറഞ്ഞാൽ ഡീടോക്സിഫൈ കെമിക്കൽസ്, റെഡ്യൂസ് ഇൻഫ്ലമേഷൻ 4%. ബേസോഫിൽസ് അലർജിക് റിയാക്ഷൻ പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, റിലീസ് ഹിസ്റ്റമിൻ, ഹെപ്പാരിൻ, ഇൻക്രീസ് ഇൻഫ്ലമേഷൻ റെസ്പോൺസ് 1%. ലിംബോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി 2 ടൈപ്സ് ഉണ്ട്. B and T സെൽസ് ടൈപ്പ്, IgG ഇൻഫെക്ഷൻ, IgM മൈക്രോബ്സ്, IgA റെസ്പോൺസ്, G1 IgE അലർജി, IgD ഇമ്മ്യൂൺ റെസ്പോൺസ്. മോണോസൈറ്റ്സ് എന്ന് become macrophages. Leukocytes protect the body from infectious microorganisms. അതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് നോർമലായിട്ട് ബ്ലഡിൽ കാണുന്നത് 4800 മുതൽ 11,000 ക്യൂബിക് മില്ലിമീറ്റർ ആണ്. അതായത് ക്യൂബിക് സെൽസ് പെർ മില്ലിമീറ്റർ. ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഔട്ട്സൈഡ് ദി ബ്ലഡ് സ്ട്രീം ഇൻ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ്. ഡയപഡസിസ് സർക്കുലേറ്റിംഗ് ലൂക്കോസൈറ്റ്സ് ലീവ് ദി കാപ്പിലറീസ്. WBC have a nucleus and are larger than RBCs. Most produced in bone marrow. WBCയുടെ ലൈഫ് സ്പാൻ 12 hours to several years ആണ് WBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അടുത്തതായി WBCയുടെ ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്, പെർസെൻറ്റേജ് ഓഫ് ബൈ വോളിയം ഓഫ് WBC ഡിസ്ക്രിപ്ഷൻ ഫംഗ്ഷൻ. അതായത് ന്യൂട്രോഫിൽസ് നമ്മുടെ ബോഡിയിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അതിന് എത്ര ന്യൂക്ലിയസ് ആണുള്ളത്, അതെങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്യുമ്പോൾ കാണുന്നതാണ്. ഒരു ടേബിൾ ഓഫ് കണ്ടൻ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അത് നോക്കിയാൽ മതി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ WBCയുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഗ്രാനുലോസൈറ്റ്സ് അഗ്രാനുലോസൈറ്റ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നതാണ് ന്യൂട്രോഫിൽസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. മോസ്റ്റ് ന്യൂമറസ് WBCs ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് ആൻഡ് ഡിസ്ട്രോയ് ബാക്ടീരിയ. ന്യൂക്ലിയസ് ഹാസ് 2 to 6 ലോബ്സ് ഉണ്ട്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഗ്രാനുൾസ് പിക്കപ്പ് അസിഡിക് ആൻഡ് ബേസിക് സ്റ്റെയിൻസ്. ഈ താഴെ കാണുന്ന ലീഷ്മാൻ സ്റ്റൈലിൽ ന്യൂട്രോഫിൽസ് എങ്ങനെ കാണും എന്നാണ് കാണിച്ചേക്കുന്നത്. ഈസ്നോഫിൽസ് കമ്പോസ് 1 to 4% ഓഫ് WBCയിൽ 1 to 4% ഈസ്നോഫിൽസ് ആയിരിക്കും. ഇറ്റ് പ്ലേസ് എ റോൾ ഇൻ എൻഡിങ് അലർജിക് റിയാക്ഷൻ, പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസോഫിൽസ് ആണ്. WBCയുടെ 0.5% ഓഫ്
WBCs ആണ്. ബേസോഫിൽസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് യൂഷ്വലി 2 lobes ആണ്. ഗ്രാനുൾസ് സെക്രേറ്റ് ഹിസ്റ്റമിൻസ് ആണ്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ മീഡിയേഷൻ സിമിലർ ഇൻ ഫങ്ഷൻ ടു മാസൽസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഗ്രാനുലോസൈറ്റ്സ്. അഗ്രാനുലോസൈറ്റ്സ് വരുന്നതാണ് ലിംബോസൈറ്റ്സും മോണോസൈറ്റ്സ്. അതിൽ ലിംബോസൈറ്റ്സ് എന്ന് പറയുന്നത് കമ്പോസ് ഓഫ് 20 to 45% WBCs ആണ്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൽസ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. ന്യൂക്ലിയസ് സ്റ്റെയിൻ ഡാർക്ക് പർപ്പിൾ. effective in fighting infectious organisms, act against a specific foreign molecules. അതായത് ആൻറ്റിജൻസിനെതിരെ ആക്ട് ചെയ്യും. 2 മെയിൻ ക്ലാസ് ഓഫ് ലിംബോസൈറ്റ്സ് ഉണ്ട്. ലിംബോസൈറ്റ്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. T സെൽസ് അറ്റാക്ക് ഫോറിൻ സെൽസ് ഡയറക്റ്റ്ലി. നെക്സ്റ്റ് എന്ന് പറയുന്നത് B സെൽസ് ആണ്. മൾട്ടിപ്ലൈ ടു ബിക്കം പ്ലാസ്മ ടു ആൻറ്റിബോഡീസ്. നെക്സ്റ്റ് മോണോസൈറ്റ്സ്. 4 to 8% WBC എന്ന മോണോസൈറ്റ്സ് ആയിരിക്കും. ദി ലാർജസ്റ്റ് ല്യൂക്കോസൈറ്റ്സ്, ഏറ്റവും വലിയ WBC എന്ന് പറയുന്നത് മോണോസൈറ്റ് ആണ്. ന്യൂക്ലിയസ് ഉണ്ട്. കിഡ്നി ഷേപ്പാണ്. കിഡ്നി ബീൻ ഷേപ്പ് എന്ന് പറയുന്ന ന്യൂക്ലിയസ്. ട്രാൻസ്ഫോം ഇൻ ടു മാക്രോഫേജസ് ഫോർ ഫാഗോസൈറ്റിക് സെൽസ്. ഒരു സമ്മറിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് സമ്മറി ഓഫ് ഫോംഡ് എലമെൻറ്റ്സ് ഓഫ് ദി ബ്ലഡ് ആണ്. അതിൽ ഇതിൻ്റെ നോർമൽ വാല്യൂസ് ഉണ്ട്, അതിന് സ്റ്റേജസ് ഉണ്ട്, അതിൻ്റെ ലൈഫ് സ്പാൻസ് കിടപ്പുണ്ട്. ഇതൊന്ന് നോക്കിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ത്രോംബോസൈറ്റ്സ് ആണ്. ത്രോംബോസൈറ്റ്സ് അഥവാ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് സെൽ ഫ്രാഗ്മെൻറ്റ്സ് ആണ്. പിഞ്ച്ഡ് ഓഫ് ഫ്രം മെഗാകാരിയോസൈറ്റ്സ് ഇൻ റെഡ് ബോൺ മാരോ. അതായത് മെഗാകാരിയോസൈറ്റ്സിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ഇൻ പ്രിവെൻറ്റിങ് ബ്ലഡ് ലോസ്. അതായത് എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടാകുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് പ്ലഗ്സ് ഫോം ചെയ്ത് അതിനെ തടയുന്നു. പ്രൊമോട്ടിങ് ഫോർമേഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ക്ലോട്ട്സ്. നെക്സ്റ്റ് സ്ട്രക്ചർ. സ്മോൾ സെല്ലുലാർ ഫ്രാഗ്മെൻറ്റ്സ് ആണ്. ഒറിജിനേറ്റ് ഇൻ ദി ബോൺ മാരോ ഫ്രം ജെയിൻറ്റ് സെൽസ് ഓഫ് മെഗാകാരിയോസൈറ്റ്സ്. കണ്ടെയ്ൻ സെവറൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, കാൽഷ്യം, അയൺസ്, ADP, സെറോട്ടോണിൻസ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇൻവോൾവ്ഡ് ഇൻ സ്റ്റോപ്പിംഗ് ബ്ലീഡിംഗ് വെൻ എ ബ്ലഡ് വെസൽ ഈസ് ഡാമേജ്ഡ്. പ്രോസസ് ഈസ് കാൾഡ് ഹീമോസ്റ്റാസിസ്. അതായത് ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ പറയുന്ന പേരാണ് ഹീമോസ്റ്റാസിസ്. എന്താണ് ഹീമോസ്റ്റാസിസ് എന്ന് നോക്കാം. അറസ്റ്റ് ഓഫ് ബ്ലീഡിംഗ് ഓഫ് ബ്ലഡ് സെൽസ്. ഇവൻസ് പ്രിവെൻറ്റ് ഇൻ എക്സസീവ് ബ്ലഡ് ലോസ്. വാസ്കുലാർ സ്പാസം. വാസ്കോ കോൺസ്ട്രക്ഷൻ ഓഫ് ഡാമേജ്ഡ് ബ്ലഡ് വെസൽസ്. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ, കോയാഗുലേഷൻ ഓർ ബ്ലഡ് ക്ലോട്ടിംഗ്. ഇങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിലോട്ട് ആദ്യം പ്ലേറ്റ്ലെറ്റ്സ് നിന്ന് അഡിക്കേറ്റ് ചെയ്യുന്നു, ഗ്രാനുൾസ് ഫോം ചെയ്യുന്നു, അതിനുശേഷം ത്രോംബോക്സൈറ്റും ADPയും ഫോം ചെയ്യുന്നു. അതിനുശേഷം ഫൈബ്രിനോജൻ റിസപ്റ്ററോട് ചേർന്ന് അവിടെ ബ്ലഡ് സെൽസിനെ ക്ലോട്ട് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൊയാഗുലേഷൻ എന്ന് പറയുമ്പോൾ അതിന് സ്റ്റേജസ് ഉണ്ട്. ആക്ടിവേഷൻ ഓഫ് പ്രോത്രോംബിനേസ്, കൺവേർഷൻ ഓഫ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. ഇതിൻ്റെ പാത്ത് 2 ടൈപ്പ് ഓഫ് പാത്ത് വേ ഉണ്ട് കൊയാഗുലേഷന്. ഒന്ന് എക്സ്ട്രിൻസിക് പാത്ത് വേ, 2 ഇൻട്രിൻസിക് പാത്ത് വേ. അടുത്തത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈബ്രിനോലൈസിസ് ആണ്. ഫൈബ്രിനോലൈസിസ് എന്ന് പറയുമ്പോൾ ക്ലോട്ട് ഡിസോൾവ്ഡ് ബൈ ആക്ടിവിറ്റി ഓഫ് പ്ലാസ്മിൻ ആൻഡ് എൻസൈം വിച്ച് ഹൈഡ്രോലൈസിസ് ഫൈബ്രിൻ ഫോം ചെയ്യുന്നതാണ് ഫൈബ്രിനോലൈസിസ് എന്ന് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ്. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സെൽസിൻ്റെ കമ്പൗണ്ട്സ് എന്തെങ്കിലും കൂടുതലാണെങ്കിൽ എന്തൊക്കെ ഡിസീസ് ഫോം ചെയ്യാം എന്നാണ് ഈ പറയുന്നത്. എർത്രോസൈറ്റോസിസ്. RBCs കൂടുന്ന അവസ്ഥയാണ് എർത്രോസൈറ്റോസിസ് എന്ന് പറയുന്നത്. RBC ഓവർ അബഡൻസ് എന്നാണ് അതിനെ പറയുന്നത്. അതുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അനീമിയ, ഡെഫിഷ്യൻസി ഓഫ് ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ വരുന്നതാണ് അനീമിയ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് അനീമിയസ് ഉണ്ട്. അയൺ ഡെഫിഷ്യൻസി അനീമിയ, പെർനീഷ്യസ് അനീമിയ, ഹെമറാജിക്, ഹീമോലൈറ്റിക് സെല്ല്, സിക്കിൾ സെൽ ഡിസീസ്, അങ്ങനെ പല ടൈപ്പുള്ള അനീമിയസ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഹീമോഫീലിയ, ത്രോംബോസൈറ്റോപീനിയ, ലുക്കീമിയ, സെപ്റ്റിസീമിയ,